നമ്മൾ ചിന്തിക്കുന്നത് പണ്ടൊന്നും സ്കൂളിൽ ഇങ്ങനെ ഒന്നും ഉള്ള ഒരു സംഭവങ്ങൾ നടന്നിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുടെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സ്കൂളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്കൂളിൽ, ശിരോവസ്ത്രം ധരിച്ച ആ സിസ്റ്റർ തന്നെ പറയാണ് ഇത് ചെയ്യാൻ പാടില്ലത്, വിദ്യാർത്ഥിയോട് ഇതിട്ടിട്ട് വരരുതെന്ന് പറയാണ്. ഇത് അവിടെ നിന്ന് 2 കുട്ടികളെ കൂടി വേറൊരു രക്ഷിതാക്കൾ അവിടുന്ന് മാറ്റാണ്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ ചെറുതാണ്, അപ്പോൾ അവിടുന്ന് മാറ്റാണ്. കാരണം ഈ മെസ്സേജ് കൊടുക്കുന്ന ഒരു വിദ്യാലയത്തിൽ എൻ്റെ കുട്ടികളെയും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല എന്ന കേരളത്തിലെ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയുമ്പോൾ നമ്മുടെ ആ സംസ്ഥാനത്തിൻ്റെ രീതികളൊക്കെ വിദ്യാലയങ്ങളിൽ തന്നെ എന്തോരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ വിദ്വേഷം പല സ്ഥലത്തുമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പല ആളുകളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച്, അതായത് സന്തോഷമില്ല. വേറെ ജാതികൾ തമ്മിൽ, അതായത് കീഴ്ജാതിയല്ല, അല്ലാത്ത ജാതികൾ തമ്മിൽ, മതങ്ങൾ തമ്മിലുള്ള ആളുകൾ കാണുമ്പോൾ പഴയ സ്നേഹമില്ല. ചില കടകളിൽ കയറി അവരുടെ മതത്തിൻ്റെ കടകളിൽ നിന്നും മേടി, അങ്ങനെ അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ദുഃഖകരമായൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. ഇതിനെ എങ്ങനെ ഇനി രക്ഷപ്പെടുത്തിയെടുക്കും? ഇത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുക, കയറി കുറയല്ല. ചില രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയാണ് അതൊക്കെ. അതായത് പരസ്പരം ഇംഗ്ലീഷുകാരുടെ ഒരു ടെക്നിക്കാണ് അത്. പണ്ട് പരസ്പരം തല്ലിക്കുക, അതുപോലെ തന്നെ പരസ്പരം തല്ലിച്ചിട്ട് നമ്മളിലേക്ക് വോട്ട് കൂടുതൽ ശേഖരിക്കുക എന്നുള്ള ആ അപകടം. അതുകൊണ്ട് ഇവരിപ്പോൾ നേടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ഉയർച്ചയ്ക്കപ്പുറം സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അതൊരാളിക്കത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കിടത്താൻ വലിയ പാടത് അല്ലേ. എങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം തന്നെ നീങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ ദുഃഖം തന്നെയാണ്. ആ സ്കൂളിനെ പറ്റി ഇപ്പോൾ പറയുന്നത് കണ്ടില്ലേ. ഏതായാലും ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്കൂളുകൾ അന്വേഷിച്ച് തന്നെ വേറൊരു ക്രിസ്ത്യൻ വിദ്യാലയത്തിലേക്ക് ഇവിടുന്ന് മാറുന്ന കുട്ടികളെ അഡ്മിഷൻ ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ജാതിയുടെ ഒരു വസ്ത്രം ധരിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ അടുത്തേക്ക് പോരെന്ന് പറയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്കൂള് എന്ത് അജണ്ടയാണ് അവരുടെയൊക്കെ എന്ന് ചിന്തിച്ചു പോകും.